ഇസ്രായേലിന് മുമ്പിൽ ഇറാൻ പിടിക്കാതെ നിൽക്കില്ല, പിടിച്ച് നിൽക്കില്ല, അവർ മൂട്ടിലെ പൊടിയും തട്ടി ഓടിക്കളയും. ഇത് പറയുമ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളെ കെമിസ്ട്രി പഠിപ്പിച്ചത് ഗോപി സാർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ ആ കൊല്ലം പരീക്ഷയ്ക്ക്, ക്രിസ്മസിൻ്റെ പരീക്ഷയ്ക്കാണെന്ന് എനിക്ക് കൂടെ, കെമിസ്ട്രിയിൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ക്ലോറിൻ വിഷത്തിന് പ്രതിവിഷമായി ഉപയോഗിക്കുന്നത് എന്താണ്? രാസപ്രവർത്തനം വിശദീകരിക്കാം. ക്ലോറിൻ്റെ പ്രതിവിഷം എന്ന് പറയുന്നത് ശരിക്കും അമോണിയയാണ്. അത് എനിക്ക് പോലും ഓർമ്മയുണ്ട്. ക്ലോറിൻ ശ്വസിച്ച് അബോധാവസ്ഥയിലാകുന്ന ആളെ അപ്പോൾ തന്നെ അമോണിയ ശ്വസിപ്പിക്കും. ക്ലോറിനും അമോണിയയും തമ്മിൽ പ്രവർത്തിച്ച് അമോണിയം ക്ലോറൈഡായിട്ട് മാറും എന്നാണ് രാസപ്രവർത്തനം. ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞ കേട്ടോ. ഇതിൽ കാണുന്നതിൽ കെമിസ്ട്രി വിദഗ്ധന്മാരായ ആളുകൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്. ഏതായാലും എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു ചങ്ങാതി, പേര് ഞാൻ മറന്നുപോയതല്ല, മനഃപൂർവ്വം പറയാത്തതാണ്, എഴുതിയ ഉത്തരം ഇങ്ങനെയാണ്: ക്ലോറിൻ്റെ പ്രതിവിഷമായി ഉപയോഗിക്കുന്നത് കാർബണാണ്. രാസപ്രവർത്തനം എന്ന് വെച്ചാൽ ക്ലോറിനെ കാണുമ്പോൾ കാർബണിനെ കാണുമ്പോൾ ക്ലോറിൻ ഓടിപ്പോവും എന്നാണ്.